തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ നടന്ന ആദ്യ പോരാട്ടത്തിൽ വൈഷ്ണ സുരേഷ് വിജയിച്ചിരിക്കുന്നു എന്ന് ആലങ്കാരികമായി വേണമെങ്കിൽ പറയാം. ഇനിയാണ് യഥാർത്ഥ അംഗം. വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേര് പുനഃസ്ഥാപിക്കുന്ന ആദ്യ പോരാട്ടത്തിലാണ് വൈഷ്ണ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടതോടെ വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിച്ചു. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് കണക്കിന് കിട്ടുകയും ചെയ്തു. പേര് നീക്കം ചെയ്ത കോർപ്പറേഷൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ നടപടി നിയമപരമല്ല എന്നും കമ്മീഷൻ നിലപാടെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി CPMന്റെ രാഷ്ട്രീയത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ്. കോർപ്പറേഷനിലെ EROയുമായി ചേർന്ന് CPM രാഷ്ട്രീയ നാടകം കളിച്ചതാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കോൺഗ്രസ് ആരോപിച്ചതുപോലെ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പ്രഭാവത്തിൽ പരാജയമണത്ത CPM കുത്തക വാർഡ് നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ കളിച്ച രാഷ്ട്രീയ നാടകമായി ഇതിനെ കാണേണ്ടി വരും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഹിയറിംഗിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ നടപടിക്രമങ്ങളിലെ വീഴ്ചകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എണ്ണി പറഞ്ഞു. പരാതിക്കാരനായ ധനേഷിന്റെ പരാതി മാത്രം അടിസ്ഥാനമാക്കി വൈഷ്ണയുടെ വാദം പരിഗണിക്കാതെയാണ് EROയും ഒപ്പം ഹിയറിംഗ് ഉദ്യോഗസ്ഥനായ സൂപ്രണ്ട് GR പ്രതാപചന്ദ്രൻ, അന്വേഷണ ഉദ്യോഗസ്ഥയായ ബിൽ കളക്ടർ GM കാർത്തിക എന്നിവരും പക്ഷപാതപരമായി പെരുമാറി വൈഷ്ണയുടെ പേര് വെട്ടിക്കളഞ്ഞത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹിയറിംഗിലൂടെ തെളിയിക്കാനായി. വൈഷ്ണ ഈ വിലാസത്തിൽ താമസിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടാണ് കോർപ്പറേഷൻ ആദ്യം പ്രസിദ്ധീകരിച്ച പട്ടികയിൽ വോട്ട് ചേർത്തത് എന്ന് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ കമ്മീഷന് മുന്നിൽ സമ്മതിക്കുക കൂടി ചെയ്തതോടെ ഉദ്യോഗസ്ഥരുടെയും പരാതിക്കാരന്റെയും കള്ളക്കളി ബോധ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ വൈഷ്ണ എവിടെ താമസിക്കുന്നില്ല എന്നതിന് പരാതിക്കാരനായ ധനേഷ് കമ്മീഷന് മുന്നിലും രേഖകളോ തെളിവുകളോ ഹാജരാക്കിയില്ല. ഇതും പരാതി കള്ളമാണ് എന്ന് ബോധ്യപ്പെടാൻ കമ്മീഷനെ സഹായിച്ചു. അങ്ങനെ വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഹിയറിംഗിൽ കമ്മീഷന് ബോധ്യമായതും വീഴ്ചയാണ് എന്ന് കമ്മീഷൻ കണ്ടെത്തിയതുമായ കാര്യങ്ങൾ ഇവയാണ്. ഒക്ടോബർ 25 പ്രസിദ്ധീകരിച്ച മുട്ടട വാർഡിലെ വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരുണ്ടായിരുന്നു. എന്നാൽ ഇതിനുശേഷമാണ് വൈഷ്ണ മുട്ടടയിൽ താമസക്കാരിയല്ല എന്ന് CPM പ്രവർത്തകനായ ധനേഷ് കുമാർ പരാതി നൽകിയത്. നവംബർ 12 കോർപ്പറേഷനിൽ നടന്ന ഹിയറിംഗിന് വൈഷ്ണ രേഖകളുമായി എത്തുകയും ചെയ്തു. പക്ഷേ ധനേഷ് ഈ ഹിയറിംഗിന് എത്തിയില്ല. വൈകുന്നേരമാണ് ധനേഷ് കുമാർ ഹിയറിംഗിനായി കോർപ്പറേഷനിൽ വരുന്നത്. ഈ മൊഴി മാത്രം അടിസ്ഥാനമാക്കി വീട്ടു നമ്പർ തെറ്റിപ്പോയി എന്ന സാങ്കേതിക കാരണം മാത്രം പറഞ്ഞ് വോട്ട് വെട്ടി. ഇവിടെ 2 പിഴവുകളാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ വരുത്തിയത്. ഒന്ന്, വീട്ടു നമ്പർ തെറ്റിപ്പോയി എന്ന കാരണം മാത്രം പറഞ്ഞുള്ള വോട്ട് വെട്ടൽ. രണ്ടാമത്തേതാണ് ഏറ്റവും ഗുരുതരമായത്. വൈഷ്ണയുടെ അസാന്നിധ്യത്തിൽ എടുത്ത മൊഴി അംഗീകരിക്കാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും ഇത് സ്വീകരിച്ചു. എതിർകക്ഷിയുടെ വാദം കൂടി കേൾക്കാതെ വോട്ട് വെട്ടാനാകില്ല. വൈഷ്ണയ്ക്ക് അനുകൂലമായ മറ്റൊരു ഘടകം ഹിയറിംഗിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ വൈഷ്ണയുടെ രേഖകൾ പരിഗണിക്കാതെ ഏകപക്ഷീയമായി തീരുമാനമെടുത്തു എന്നതാണ്. പരാതി വന്നപ്പോൾ തന്നെ ഹിയറിംഗിൽ ഹാജരായ വൈഷ്ണ മുട്ടടിയിലെ സുധാഭവൻ എന്ന വീടിന്റെ വിലാസം ഹാജരാക്കിയിരുന്നതാണ്. എന്നാൽ ഇത് പരിഗണിക്കാതെ ഫോം 4 രേഖപ്പെടുത്തിയ തെറ്റായ TC നമ്പർ പരിഗണിക്കുകയാണ് ERO ചെയ്തത്. പഴയ വാർഡിന്റെ നമ്പർ രേഖപ്പെടുത്തിയതാണ് തെറ്റിയത് എന്നത് വസ്തുതയാണ്. എന്നാൽ യഥാർത്ഥ വിലാസം നൽകിയിട്ടും ഇത് പരിഗണിക്കാനോ ഇവിടെ പോയി പരിശോധിക്കാനോ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നത് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് വന്ന ഗുരുതരമായ പിഴവാണ്. സുധാഭവൻ എന്ന യഥാർത്ഥ വിലാസത്തിൽ വൈഷ്ണ താമസക്കാരിയല്ല എന്ന് ഒരു ഉദ്യോഗസ്ഥൻ പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്നും പരിശോധനയിൽ കണ്ടെത്തി. EROയുടെ നിയമവിരുദ്ധമായതും ഏകപക്ഷീയമായതുമായ നടപടിക്രമങ്ങൾ ഹിയറിംഗിൽ തെളിയിക്കാൻ സാധിച്ചതാണ് വൈഷ്ണയെ തുണച്ചത്. വൈഷ്ണ പറഞ്ഞതൊന്നും കേൾക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. ക്ലറിക്കൽ മിസ്റ്റേക്കായി കണ്ട് ചെറിയ ഒരു പരിശോധനയിലൂടെ തീർപ്പാക്കേണ്ട വിഷയം കോടതി വരെ കയറ്റി. വീട്ടു നമ്പർ രേഖപ്പെടുത്തിയിടത്തെ പിഴവാണ് വൈഷ്ണയ്ക്ക് കുരുക്കായത്. എന്നാൽ ഇതിന്റെ വസ്തുത തെളിവ് സഹിതം ഹാജരാക്കിയിട്ടും ഈ വാദങ്ങളൊന്നും കേൾക്കാതെ ഏകപക്ഷീയമായി കൈക്കൊണ്ട തീരുമാനങ്ങളായിരുന്നു വോട്ട് നീക്കുന്നതിൽ എത്തിച്ചതും പ്രശ്നം ഇത്രയേറെ സങ്കീർണമാക്കിയതും. 3 എന്നതിന് പകരം വീട്ടു നമ്പർ 18 എന്ന് തെറ്റായി രേഖപ്പെടുത്തി. ഇത് വൈഷ്ണ രേഖകൾ സഹിതം സമർപ്പിച്ചിട്ടും ഉദ്യോഗസ്ഥർ അവഗണിക്കുകയും ചെയ്തു. ഏകപക്ഷീയമായ ഈ നടപടികളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹിയറിംഗിൽ പൊളിഞ്ഞു വീഴുകയും ചെയ്തു. ഒപ്പം
മേൽപ്പറഞ്ഞ വിലാസത്തിൽ വൈഷ്ണ താമസക്കാരിയാണ് എന്ന് ബോധ്യപ്പെട്ടാണ് ആദ്യം വോട്ട് ചേർത്തത് എന്ന EROയുടെ സമ്മതവും ഉദ്യോഗസ്ഥരുടെ പൊള്ളത്തരം പൊളിയാൻ ഇടയാക്കി. വൈഷ്ണയെ മത്സര രംഗത്തു നിന്ന് മാറ്റി നിർത്താനുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടന്നത് എന്ന കോൺഗ്രസ് ആരോപണം ശരിവെക്കുന്നതാണ് ഓരോ കാര്യങ്ങളും. ദിനേഷ് കുമാറിന്റെ പരാതിയിൽ ഹിയറിംഗിനെ വിളിപ്പിച്ചപ്പോൾ പരാതിക്കാരൻ നേരിട്ട് ഹാജരായി രേഖകൾ ഹാജരാക്കാതിരുന്നപ്പോൾ തന്നെ ഈ ആക്ഷേപം തള്ളാമായിരുന്നു. എന്നാൽ അത് ചെയ്തില്ല. പകരം വൈഷ്ണയുടെ സാന്നിധ്യത്തിൽ അല്ലാതെ പരാതിക്കാരൻ നൽകിയ മൊഴി സ്വീകരിച്ച് ഏകപക്ഷീയമായി വോട്ട് വെട്ടി. ഇത്തരത്തിൽ എതിർ പാർട്ടിയുടെ സാന്നിധ്യമില്ലാത്ത മൊഴി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് കമ്മീഷൻ പറയുന്നുണ്ട്. ഇതാണ് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന ആരോപണം ശരിവെക്കുന്നത്. നവംബർ 12 ഹിയറിംഗിൽ വീട്ടു നമ്പർ സംബന്ധിച്ച് സത്യവാങ്മൂലം വൈഷ്ണ നൽകിയെങ്കിലും പരിഗണിച്ചില്ല. എന്നാൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഹിയറിംഗിൽ വൈഷ്ണ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചതോടെ ഉദ്യോഗസ്ഥരുടെ വാദങ്ങൾ പൊളിയുകയാണ് ഉണ്ടായത്. കോൺഗ്രസിനെ ലക്ഷ്യമാക്കി വെച്ച വെടി സ്വന്തം നെഞ്ചത്ത് തന്നെ തറച്ച ജാള്യതയിലാണ് CPM ഇപ്പോൾ. രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നും വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം CPMനെ ഭയപ്പെടുത്തി എന്നുമുള്ള കോൺഗ്രസിന്റെ ആരോപണം ശരിവെക്കുന്നതുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ. ഇതോടെ കോൺഗ്രസിന് ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. വർദ്ധിത വീര്യത്തോടെ വൈഷ്ണ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുകയും ചെയ്തു. ഒപ്പം മുൻപ് തീരുമാനിച്ചതുപോലെ വൈഷ്ണ വിവാദം കേരളമൊട്ടാകെ പ്രചാരണ ആയുധമാക്കാനുള്ള UDF തീരുമാനത്തിന് കോൺഫിഡൻസ് വർദ്ധിക്കുക കൂടിയാണ് ഇപ്പോൾ. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് CPM തന്നെ അനാവശ്യ മൈലേജ് കൊടുത്തു എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ.